would like to invite Arafat. ഹാപ്പി ഓണം. ഇന്നിങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിൽ നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകിച്ച് ജഗദീശ്വരനോട് നന്ദി പറയുന്നു. ഈ പ്രോഗ്രാം നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? അപ്പോൾ ആ അടിച്ചു പൊളിക്കാനായിട്ട് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, ഒരുപാട് ടി വിയിലൂടെ സിനിമകളിലൂടെ എല്ലാം നിങ്ങൾ കണ്ട് പ്രോത്സാഹിപ്പിച്ച ഒരു 2 താരങ്ങളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. ബൈജു ജോസ് ആൻഡ് ജോഷി കലാഭവൻ. രസകരാജ നമ്പർ 1 എന്നീ ജനപ്രിയ പ്രോഗ്രാമുകളിലൂടെ ലോകം കണ്ട കലാകാരൻ. ഹലോ, നമസ്കാരം. നമസ്കാരത്തിന് ഇതൊരു പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ലേ? നല്ലൊരു കൈയ്യടി പ്ലീസ്. എന്തായാലും ഗംഭീരമായിട്ടുള്ളൊരു ചെണ്ടമേളൊക്കെ കഴിഞ്ഞ് എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് തുള്ളിയൊക്കെ നിൽക്കുകയാണ്. ഞങ്ങൾക്കും തീരെ സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അതൊക്കെ നിർത്തി പെട്ടെന്ന് കയറിയത്. ഇത് കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് UK വരുന്നത്. 2006 വിസ അടിച്ചായിരുന്നു. ഇപ്പോഴാണ് വരാൻ പറ്റിയത്. അതിനിടയ്ക്ക് ഒരു 6 റിജക്ഷനൊക്കെ കിട്ടി. എൻ്റെ കഥയൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. അപ്പോൾ ഓണത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട ജോഷി. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഈ വേദിയിൽ വരാൻ സാധിച്ചതിൽ. അതുമാത്രമല്ല, ഇവിടെ ഏറ്റവും സന്തോഷം എനിക്ക് തോന്നിയത് തച്ചങ്കരി സാറിനെ കണ്ടപ്പോഴാണ്. കാരണം സിനിമാല എന്ന് പറയുന്ന പ്രോഗ്രാമിൽ 2 പ്രാവശ്യം ഞാൻ തച്ചങ്കരി സാറിനെ അനുകരിച്ചിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയാണ് അന്ന്. അപ്പോൾ നേരിട്ടിപ്പോൾ കണ്ട് അത് ലണ്ടനിൽ വെച്ച് കണ്ടു. കാരണം എൻ്റെ ഒരു വളർച്ച തുടങ്ങുന്നത് തച്ചങ്കരി സാറിൻ്റെ റിയാൻ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്. അതെ, നമുക്ക് മിമിക്രിക്കാർക്ക് റിയാൻ സ്റ്റുഡിയോയും തച്ചങ്കേരി സാറും ഒക്കെ ഭയങ്കര ഹൃദയം അടുത്തുള്ള ആളുകളാണ്. ദേമാവിലെ കുമ്പത്ത് പുട്ടുകച്ചവടം പോലുള്ള പ്രോഗ്രാംസുകളൊക്കെ റെക്കോർഡ് ചെയ്തത് അവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോർട്ടിലാണ് ശരിക്കും ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഒരു 2 വാക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ പോകാമെന്ന് കരുതി. ഓണം എന്ന് പറയുന്നത് നല്ല മാവേലി കണ്ടു. നല്ല ഒരു മാവേലി. കാരണം 10-27 വർഷക്കാലമായി മാവേലിയായിട്ട് വരുന്ന TV-യിലൂടെ കാണുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് വളരെയധികം സന്തോഷം ഈ മാവേലിനെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അപ്പം മാവേലി എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾ പണ്ട് കാസറ്റിലൊക്കെ ചെയ്യാറുള്ളത് ഇന്നസെന്റിന്റെ ശബ്ദം തന്നെയാണ്. അപ്പം ഇന്നസെന്റേട്ടൻ നമ്മളെയൊക്കെ വിട്ടുപോയി. പക്ഷെ എന്നാൽ പോലും ഇന്നസെന്റിന്റെ ശബ്ദം കേൾക്കുക എന്നുള്ളത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ജോഷി, എന്നാൽ ആദ്യം തന്നെ നമ്മുടെ മലയാളികളുടെ ഹൃദയത്തിലുള്ള മാവേലി ഒന്ന് വന്നോട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളത് ബൈജുവിൻ്റെ ഒരു പെർഫോമൻസ് കൂടി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് നീങ്ങും. കാരണം ഒരു 10-45 മിനിറ്റ് സമയമുണ്ട് അങ്ങോട്ട് എത്താനായിട്ട്. അപ്പോൾ ഇന്നസെന്റേട്ടൻ്റെ ഒരു ശബ്ദം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് എടുക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഈ ആളുകളെയൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സ് നിറയുകയാണ്. ഈ വെസ്റ്റ് ലണ്ടനിലെ മലയാളി അസോസിയേഷൻ കാണുമ്പോൾ തന്നെ ഒരു ചന്തം. നല്ല മംഗന്മാര്, പിന്നെ നല്ല പുരുഷന്മാര്, അവരൊക്കെ നന്നായി ഡ്രസ്സ് ചെയ്തിരിക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷം. അതുമാത്രമല്ല, നമ്മളുടെ കേരളത്തിലെ അവിടെ നടക്കുന്ന ക്രൈമുകളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തി ഇവിടെ ഉണ്ട്. ആളെ കണ്ടതിലും എനിക്ക് വലിയ സന്തോഷം. അവിടെ നിൽക്കുന്ന ആളുകൾ, ചില സ്ത്രീകൾ ഇപ്പോഴും വരുന്നുള്ളൂ. കാരണം വേറൊന്നുകൊണ്ടല്ല, അവർ നല്ല ഫുഡ് അടി അവിടെ ചില ആളുകൾ കാണുമ്പോൾ തന്നെ അങ്ങനെയാണ്. ഓണം എന്ന് പറയുന്നത് ഒരു സമ്പൽ സമൃദ്ധിയുടെ കാർഷിക മേളയുടെ ഉത്സവമാണ്. നിങ്ങളത് നന്നായി ആഘോഷിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും എൻ്റെ
ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. താങ്ക് യു. സാധാരണ മിമിക്രിയാണ് നമ്മളൊക്കെ വരുമ്പോൾ പ്രതീക്ഷിക്കുന്നതെങ്കിലും ഓണമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ നിങ്ങൾ ആരും കേൾക്കാത്ത ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്. ഇത് വേറൊന്നുമല്ല, ഞാൻ തന്നെ 10 ഓണത്തെക്കുറിച്ച് ഞാൻ തന്നെ ലിറിക്സ് എഴുതി, സോറി സാർ, ഞാൻ തന്നെ മ്യൂസിക് ചെയ്ത് ഞാൻ തന്നെ പാടിയാണ്, അത് വിചാരിക്കരുത്. അപ്പൊ ആ പാട്ടൊന്ന് പ്ലേ ചെയ്യണമെങ്കിൽ പാടാം. ലെവലിൽ ഇത്ര കേട്ടിട്ടുള്ളൂ. അപ്പോൾ